റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തങ്ങൾ പള്ളിയിലിരുന്ന് സദസ്സിനോട് തഅലീം ചെയ്യുന്നു. ആ സദസ്സിലേക്ക് ഒരു ദൂതൻ കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, എന്നെ സൈനബ് അയച്ചതാണ് റളിയല്ലാഹു അൻഹ. സൈനബ് എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, അവിടുത്തെ പ്രിയപ്പെട്ട പുത്രിയാണ്, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പുത്രി. സൈനബ് അയച്ചതാണ്. എന്താ കാര്യം? സൈനബിന്റെ രോഗിയായി കിടക്കുന്ന കുട്ടിക്ക് രോഗം കലശലായി, രോഗം കൂടുതലായി. ആ കുഞ്ഞ് മരണവേദന പോലെ വേദനിച്ച് പടയുന്നു. അതുകൊണ്ട് തങ്ങളോടൊന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈനബിനെയോ സൈനബിന്റെ പുത്രിയോ മാത്രം പോറ്റി സമൂഹത്തിന്റെ മുമ്പിൽ കുടുംബം പോറ്റിയവരല്ല. മറിച്ച് ഇരിക്കുന്ന നമുക്കൊക്കെ ലോകാവസാനം വരെയും ജീവിതത്തിൽ വ്യക്തവും ഉദാത്തവുമായ മാതൃക പകർന്നുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ കുടുംബജീവിതത്തെയും നമ്മുടെ മാതാപിതാക്കളോടും മക്കളോടുമുള്ള ബന്ധത്തെയും ഒക്കെ നന്നായി വരച്ചു കാട്ടിയ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബക്കളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്, തങ്ങളുടെ കുടുംബാദികളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നല്ല, ഇരിക്കുന്ന നമ്മളെയൊക്കെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ പറഞ്ഞു, നീ സൈനബിനോട് പോയി പറയുക, ലില്ലാഹി മാ അഅത വലില്ലാഹി മാ അഖദ്. മോളെ സൈനബേ, അല്ലാഹു തന്നു, തന്നതും അവനാണ്. ഇനി അല്ലാഹു തിരിച്ചെടുത്താൽ മോളെ സൈനബേ, അതും അല്ലാഹുവിന്റേതാണ്. അല്ലാഹു തരുമ്പോൾ രണ്ട് കൈ നീട്ടി സന്തോഷത്തോടെ നമ്മൾ അതിനെ സ്വീകരിക്കുന്നു. ഇനി അല്ലാഹു അതിനെ തിരിച്ചെടുക്കുമ്പോൾ രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പടച്ചവന്റെ വിധിയിൽ നമ്മൾ സഹിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സുന്ദരമായ പാഠമാണ് ഓരോ ഉമ്മമാരെയും പഠിപ്പിച്ചത്, ഓരോ ഉപ്പമാരെയും പഠിപ്പിച്ചത്, നമ്മളെ പഠിപ്പിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുഃഖമില്ലാത്തത് കൊണ്ടാണോ, തങ്ങൾക്ക് വേദന ഇല്ലാത്തത് കൊണ്ടാണോ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും തങ്ങളുടെ തഅലീമ തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു ദൂതൻ വന്നു, യാ റസൂലല്ലാഹ്, കുഞ്ഞിന് രോഗം കലശലായി, ഒന്ന് അങ്ങ് വരണമെന്ന് ആവശ്യപ്പെട്ടു. നബി തങ്ങൾ എഴുന്നേറ്റു, തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു. സഅദ് റളിയല്ലാഹു അൻഹു അവരുടെ പോലെയുള്ള കുറെ സഹാബാക്കളും ഒപ്പം ചേർന്നു. തങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ പ്രിയപ്പെട്ട സൈനബിന്റെ പുത്രി വഫാത്തായി, മരണപ്പെട്ടു. നബി തങ്ങൾക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ കണ്ണിൽ നിന്നും ഇങ്ങനെ ധാരധാരയായി കണ്ണുനീരൊഴുകി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സഹിച്ചു, ക്ഷമിച്ചു, സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. നമ്മൾക്ക് അല്ലാഹു തന്നു, നമ്മളത് വാങ്ങി. നമ്മളിൽ നിന്നും അല്ലാഹു തിരിച്ചെടുത്തു, നമ്മളത് സഹിച്ചു, ക്ഷമിച്ചു. നമുക്ക് പ്രത്യേകിച്ച് ഒരധികാരവും ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തു, അല്ലാഹുവിന്റെ സന്നിധിയിൽ ഇത്തരം കൊച്ചു കിടാങ്ങളുടെ കുഞ്ഞ് ആത്മാവിനെയും പിടിച്ചുകൊണ്ട് ഒരു മലക്ക് അവന്റെ അരികിൽ എത്തുമ്പോൾ അല്ലാഹു ചോദിക്കും, അല്ല, നീ എവിടുന്നാ വരുന്നത്? ഞാൻ ഭൂമിയിൽ നിന്നാണ് വരുന്നത്. നീ എന്തും കൊണ്ടാണ് വന്നത്? ഞാനൊരു കുഞ്ഞിന്റെ റൂഹുമായിട്ടാണ് വന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ മലക്കിനോട് അല്ലാഹു ചോദിക്കും, അഖദത്തും, നീ അത് പിടിച്ചല്ലേ? അതെ, ഞാൻ പിടിച്ചു. നിന്റെ കൽപ്പന കൊണ്ടല്ലേ പിടിച്ചത്? ആഹാ, എന്റെ കരളിന്റെ കഷ്ണത്തെ നീ പറിച്ചെടുത്തുവല്ലേ? അതേ പടച്ചവനെ, നിന്റെ കൽപ്പന പ്രകാരം ഞാൻ പറിച്ചെടുത്തു. അപ്പോൾ എന്റെ അടിമ എന്ത് ചെയ്തു? പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മലക്ക് മറുപടി പറയും, നിന്റെ അടിമ നിന്നെ അറിയുകയും നിന്നെ വിശ്വസിക്കുകയും ചെയ്തതിന്റെ പേരിൽ ആ അടിമ നിന്നെ സ്തുതിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ഉമ്മയേക്കാൾ 70 ഇരട്ടിയിലധികം നമ്മളോട് സ്നേഹമുള്ളവനായ നമ്മളുടെ റബ്ബ്, അവൻ നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ആത്മാവിനെ പിടിക്കുന്നത്. അവൻ നമ്മളെ നൊമ്പരപ്പെടുത്താൻ വേണ്ടിയല്ല നമുക്ക് രോഗം തരുന്നത്. അവൻ നമ്മളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല നമുക്ക് പരീക്ഷണം തരുന്നത്. അള്ളാഹു പറയുകയാണ്, ആഹാ, എന്റെ അടിമയുടെ കരളിന്റെ കഷ്ണത്തെ നീ പറിച്ചെടുത്തുവല്ലേ? അതിലവൻ സഹിച്ചു, ക്ഷമിച്ചു. അവൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞു. എങ്കിൽ അതിന് പകരമായി സ്വർഗത്തിൽ അവന് വേണ്ടി ഒരു ഭവനം നിർമ്മിക്ക്. വസമ്മൂഹാ ബിബൈത്തുൽ ഹംദ്, അതിന് ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്ക്. എല്ലാവരും അറിയട്ടെ, ഇത് സ്തുതിച്ചവന് വേണ്ടി അവന്റെ രക്ഷിതാവ് പണിതുയർത്തിയ ഭവനമാണ്, കൊട്ടാരമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി.